ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഒരു മഴ സമയമൊക്കെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂസൊക്കെ ഉപയോഗിക്കും, രാവിലെ തൊട്ട് വൈകുന്നത് വരെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് മാറാൻ എന്ത് ചെയ്യാൻ നോക്കാം. അപ്പം കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് നന്നായിട്ട് ചുരുട്ടി വെക്കാം. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഷൂ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കുറച്ച് ന്യൂസ് പേപ്പർ ചുരുട്ടി വെക്കാം. എന്നാൽ ആ ന്യൂസ് പേപ്പറിനകത്തോട്ട് നമുക്ക് കുറച്ച് കരിക്കട്ട, അത് ഏറ്റവും നല്ലതാണ്. കരിക്കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് മടക്കി ആ ഷൂസിനകത്ത് വെക്കാം. നേരം ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. പിന്നെ നമ്മൾ രാത്രിയാണെങ്കിലും ഫാനൊക്കെ ഇടുമ്പോൾ ആ ഒരു ഭാഗത്തോട്ട് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരം, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും കേട്ടോ. കുറച്ച് കർപ്പൂരം നന്നായിട്ട് പൊടിച്ചിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ മടക്കി വെക്കുമ്പം അതിനുള്ളിൽ ഇത് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ ഒരാഴ്ച ഉപയോഗിക്കും. ആ ഒരാഴ്ചയൊക്കെ നിൽക്കും അത്. അന്നേരം നമുക്ക് അതുപോലൊക്കെ ഒരു ന്യൂസ് പേപ്പർ, അല്ലാത്ത പേപ്പറാണേലും മതി. ഇത് ന്യൂസ് പേപ്പർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ എടുത്തതാണ് കേട്ടോ. അന്നേരം അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് രണ്ടാഴ്ച വരെ നമുക്ക് ഈ കരിക്കട്ടയും ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടി ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡയും നമുക്ക് ഒരു പേപ്പറിൽ നന്നായിട്ട് ചുരുട്ടിയിട്ട് അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഒരു പരിധി വരെ മാറും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പ്രേ ബോട്ടിലെടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കംഫോർട്ട് നമുക്ക് തുണി മുക്കാൻ മാത്രമല്ല ഒരുപാട് കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ഞാനതിൽ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു ഒരടപ്പോളം കംഫോർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഷൂവിലൊക്കെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാകും. പിന്നെ നമുക്ക് നന്നായിട്ട് ഇരിക്കും, അത് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ബെഡ്റൂമിലാണെങ്കിലും ഇപ്പം തുണിയൊക്കെ നനഞ്ഞ് കഴിഞ്ഞാലോ നന്നായിട്ട് വെയിലാകുമ്പോൾ ഉണങ്ങത്തില്ല. അപ്പം നമ്മൾ കംഫോർട്ട് അന്നേരം മുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും പിന്നാണെങ്കിലും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലും നമുക്കൊക്കെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലുണ്ടായിരിക്കും. അലമാരിയിൽ ഒരുപാട് അങ്ങ് എടുക്കില്ല, 3-4 ഒരു സ്പ്രേ ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ നല്ല ഒരു മണം ഉണ്ടാകും. ഇതൊന്നും ട്രൈ ചെയ്യുന്നു. ഇപ്പം മഴ സമയമൊക്കെ അല്ലയോ. പിന്നെ നമ്മുടെ കണ്ണാടിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ മിററൊക്കെ പിന്നെ ഒന്ന് തുടച്ചാൽ മതി, നന്നായിട്ട് ഇരിക്കും. അത് നിങ്ങൾക്കിപ്പം നോക്കുമ്പോൾ അറിയാമല്ലോ. അന്നേരം കംഫോർട്ട് കൊണ്ട് ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. മഴയൊക്കെ ആകുമ്പം തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയില്ല, ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. പിന്നെ ബാത്റൂമിലാണെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യാം. അന്നേരം ഒരു നല്ല ഒരു സ്മെല്ലുണ്ടാകും. ഒരു ബാഡ് സ്മെല്ല് ഒരു പരിധി വരെ മാറാൻ പറ്റും. പിന്നെ നമുക്ക് കിച്ചൺ ഏരിയയിലും കിച്ചണിൻ്റെ അവിടെ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ രാത്രിയാണെങ്കിലും സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാതെ പാറ്റയും അങ്ങനെയുള്ള ജീവികളൊക്കെ രാത്രിയാകുമ്പോൾ വരുമല്ലോ, അതൊന്നും വരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.